VS മരിക്കില്ല എന്നത് മുദ്രാവാക്യം മാത്രമല്ല, അതിനപ്പുറവും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമായി കേരളത്തിലാകെ നിൽക്കുന്നു. രാഹുൽ ചെയ്യുന്നതുകൊണ്ട് രാഹുൽ, ദൃശ്യങ്ങളിൽ കാണാം എത്രയെത്ര പേരാണ് അവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടേയിരിക്കുന്നത്. രതീഷ്, 2019 മുതൽ രതീഷ് സൂചിപ്പിച്ച ആ വലിയ ചരിത്രം, 2 പേരിൽ മാത്രം ഒതുങ്ങിപ്പോയ വലിയ ചരിത്രം, പറഞ്ഞ കാര്യങ്ങൾ, ആ വാക്കുകൾ, ആ സ്മരണകൾ മാത്രമായിരുന്നു അവർക്കൊപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ മനസ്സിൽ ഊറി അവർ സൂക്ഷിച്ചിരുന്ന ആ ഓർമ്മ ഒടുവിൽ കാണാൻ, ആ ഓർമ്മയെ ഒടുവിൽ കാണാനായി അവർ എല്ലാവരും കടന്നു വരികയാണ്. ഏതാണ്ട് യൂണിവേഴ്സിറ്റി കോളേജിന് അപ്പുറത്തേക്ക് വരെ ഈ ഒരു നിര നീണ്ടുപോവുകയാണ്. എവിടുന്നാ വരുന്നത്? ഞാൻ ലണ്ടനിൽ നിന്നാണ്. ലണ്ടനിൽ നിന്ന് VSനെ ഒന്ന് കാണാനാണ്. അതെ, ഞാൻ അവരുടെ പാർട്ടിക്കാരനാണ്. അല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ലൊരു സഖാവും നല്ലൊരു മനുഷ്യനുമാണ് കേട്ടോ. നമുക്കൊരു വളരെ എല്ലാവരും വാക്കുകൾ കൊണ്ട് പറയും ഭയങ്കര തീരാ നഷ്ടമാണ്. പക്ഷെ അത് വാക്കുകളില്ല വാസ്തവത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അങ്ങനെയാണ് കാണുന്നത്. വ്യക്തിപരമായ ഓർമ്മകളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ഫോട്ടോസൊക്കെ ഉണ്ട്. ആ ഫോട്ടോയും ചേർത്താണ് വന്നിരിക്കുന്നത് അല്ല, അത് ഈ ഫോണിൽ കിടപ്പുള്ളൂ, ആ ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ ഓർമ്മകൾ മനസ്സിലുണ്ട്, അതേ ഓർമ്മകൾ ഈ ഫോട്ടോകളായി ഈ ഫോണിന്റെ ഗാലറിയിൽ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആളുകൾ. ചേട്ടാ, എവിടെ നിന്നാണ്? VSനെ കാണാൻ വന്നതാണ്. എങ്ങനെ ഓർക്കുന്നു VS? ഞങ്ങളെ സംബന്ധിച്ച് തീരാ ദുഃഖമാണ്. ഇന്ന് കാണാനുള്ള ഒടുവിൽ അവസരമാണ്. അതെ, ഒടുവിൽ അവസരമാണ്. അപ്പൊ അങ്ങനെ ആളുകൾ വാചാലരായി സംസാരിക്കുന്നവരുണ്ട്, അതായത് VSന്റെ ഓർമ്മകളിലേക്ക്. എന്നാൽ ഒന്ന് കണ്ടു മടങ്ങാമെന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ വലിയ നിര ഈ 10 മണിയാകുമ്പോഴും ഒരു വലിയ നിര നമുക്ക് ഇങ്ങോട്ടേക്ക് AK സെന്ററിന്റെ ഭാഗത്തേക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എവിടെ നിന്നാണ്? VSനെ എങ്ങനെ ഓർക്കുന്നു? VSനെ പഴയ നേതാവാണ്, അയാളെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു നേതാവല്ലേ. ഒടുവിലായി കാണാനായിട്ട് പോവാണ്. അതെ, ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നേരത്തെ ഒന്ന് കാണാൻ പറ്റിയില്ല. അതെ, മടങ്ങിയിട്ട് തിരിച്ച് വീണ്ടും വരിക. ഞാനും മോളുമായിട്ട് വന്നതാണ്. എല്ലാം വീട്ടിലെല്ലാവരും ഉണ്ട്. അതെ, എല്ലാവരും. എങ്ങനെ ഓർക്കുന്നു നിങ്ങളെല്ലാവരും? നമുക്കിനി ഓർക്കാനേ പറ്റത്തുള്ളൂ, ഇനി ഒന്നും പറയാനില്ലല്ലോ. നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു, നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു, നല്ലൊരു സഖാവായിരുന്നു. നല്ല സഖാവിനെ ഇനി ഇതുപോലത്തെ സഖാവ് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല സഖാവിനെ ഓർക്കുകയാണ് അവരെല്ലാവരും. അവരുടെ നല്ല സഖാവ് എന്ന വാക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സഹൃദയനായ ഒരു നേതാവിനെ ഓർക്കുകയാണ് നിരവധി ആളുകൾ കടന്നുകൊണ്ട്. എവിടെ നിന്നാണ്? പാലക്കാട്. VSനെ കാണാൻ വന്നതാണ്. പാലക്കാട് മലമ്പുഴയാണ്. VSന്റെ മണ്ഡലത്തിൽ നിന്ന്. അന്നത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? നല്ല ഓർമ്മയാണ്, നല്ല നേതാവായിരുന്നു. അവസാനമായി കാണാൻ പോവാ. ആരൊക്കെയുണ്ട്? മോനുണ്ട്. അമ്മയ്ക്കൊപ്പം വന്നതല്ലേ? അതെ, അമ്മയ്ക്കൊപ്പം വന്നു. VSനെ കാണുന്നുണ്ട്. എത്ര സമയം നിൽക്കുന്നു? ഞങ്ങൾ ഒരു അരമണിക്കൂറായി നിൽക്കും. വലിയ കുറെ ആളുകളുണ്ടെന്നോ അല്ലേ? കുറെ ആൾക്കാർ. പാലക്കാട് നിങ്ങൾ രണ്ടുപേരുള്ളോ? അതെ. രതീഷ്, നോക്കൂ, പാലക്കാട് നിന്ന് ആ മലമ്പുഴ എന്ന് പറയുന്നത് എത്രമാത്രം ഓർമ്മകൾ, എത്രമാത്രം ആ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആ മണ്ഡലത്തെ എങ്ങനെ നോക്കണം, എങ്ങനെ നോക്കി എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തിരുവനന്തപുരത്തിരുന്ന് ജനകീയമായി കേരളത്തിലുടനീളം ഒരു മണ്ഡലത്തിലേക്ക് ചുരുങ്ങാതെ നോക്കുമ്പോഴും ഈ നിയമസഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട ആ മണ്ഡലമാണ് മലമ്പുഴ എന്ന് പറയുന്നത്. ചേട്ടാ, എവിടെ നിന്നാണ്? കേരളം, തിരുവനന്തപുരം. VSനെ അവസാനമായി കാണാൻ വരും. എങ്ങനെ ഓർക്കുന്നു? പഴയകാലം VSന്റെ എന്താ വ്യക്തിപരമായ ഓർമ്മകളൊക്കെ ഉണ്ടോ? അല്ല, നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ഒടുവിലായിരുന്നു കാണാൻ വരികയാണ്. ശരി, അതാണ് എല്ലാവർക്കും ഈ കേട്ടറിഞ്ഞതുണ്ട്, അടുത്തറിഞ്ഞവരുണ്ട്, എന്തായാലും വായിച്ചറിഞ്ഞവരുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ആ നല്ല സഖാവിനെ കാണാനായി ഞങ്ങൾ വരികയാണ്. അതിൽ പാലക്കാട് മലമ്പുഴയിൽ നിന്നുള്ളവർ പോലും ഉണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൃദയഹാരിയായ കാര്യം. നോക്കൂ, ഞാൻ മുൻപും വന്ന് ക്യൂവിൽ നിന്നാണ്, പിന്നീടും വരുന്നു എന്ന് പറയുമ്പോൾ ഒടുവിലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും നാൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഓർമ്മകൾ, സ്മരണകളെല്ലാം, അതെല്ലാ ഓർമ്മകളും അവരുടെ മുന്നിലുണ്ട്. ചിലരുടെ കണ്ണുകൾ നിറയുന്നുണ്ട് ആ ഓർമ്മകളുടെ ഭാഗമായി. എന്നാലും ഏറ്റവും ഒടുവിൽ ആ സഖാവിനെ കണ്ട് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം
അദ്ദേഹം പുന്നപ്രയിൽ, ആലപ്പുഴയിൽ, പിന്നീട് ഇങ്ങോട്ട് പിടിച്ച ചെങ്കോടി പാറിക്കളിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം VS വിളിച്ച മുദ്രാവാക്യം ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലും നിലയ്ക്കാതെ നമുക്ക് AK സെന്ററിന് മുന്നിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയൊരു നിര ആളുകളെ നമുക്ക് കാണാം സഖാവിനെ കാണാനെത്തിയ. ചേട്ടാ എവിടെ നിന്നാണ്? ശൂരനാട്, കൊല്ലത്തുനിന്നാണ്. കൊല്ലം. VS-നെ കാണാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് ഓർമ്മയുള്ളത്? അദ്ദേഹം കർഷകത്തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തനം മുതൽ വന്നപ്പോഴേ അതിൽ ആകൃഷ്ടരായി വന്നത്. ചേട്ടൻ കർഷകനാണോ? അതെ. ആ ഘട്ടം മുതൽ VS-ന്റെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതെ. തൊഴിലാളി നേതാവ് മുഖ്യമന്ത്രിയാകുന്നു. അതെ. കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഒടുവിൽ ഒരു യാത്ര പറയാൻ വന്നതാണ്. അതെ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ. കമ്മ്യൂണിസ്റ്റുകാരനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ശരിക്കും ഞങ്ങൾ കഴക്കൂട്ടത്തു നിന്ന് വരുന്നു. കഴക്കൂട്ടം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എങ്ങനെയാണ് വ്യക്തിപരമായ ഓർമ്മകളൊക്കെ? വ്യക്തിപരമായി എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നു. ഓരോരോ അഴിമതിരഹിതമായൊരു ഭരണം നമുക്ക് എല്ലാ സാധാരണക്കാരനോടൊപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു നേതാവിനെ ഞാൻ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. ഈ രാത്രിക്ക് ഞങ്ങൾ എത്തിയത് അത്രയും ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കാനും അവർ പഠിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുന്തോറും അങ്ങനെ തന്നെയാണ്. എന്തായാലും കുറേയധികം ആളുകൾ നമുക്കിപ്പോഴും കാണാം. ഇത് നിലയ്ക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറയുന്ന സമയങ്ങൾ അതിൻ്റെ പരിധിയൊക്കെ കടന്നു പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒറ്റ വരിയിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ് പല ഓർമ്മകളുമായി പല നാട്ടിൽ നിന്ന് ആ സഖാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം. നിലയ്ക്കാത്ത പ്രവാഹമാണ് AKG സെന്ററിലേക്ക് VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ